പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു ട്രെയിനറെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അയാൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം, അയാൾ അറിയാത്ത രീതിയിൽ തന്നെ എന്നെ കഷ്ടപ്പെടുത്തിയതിന് പകരമായിട്ട് നല്ലൊരു മുട്ടൻ പണി തന്നെ കൊടുക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ നന്ദു കൂട്ടുകാരിയുമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് കൂട്ടുകാരിയും പറയുന്നുണ്ട്, അതെ, നീ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ. അയാൾ എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ നാളെ നിന്നെക്കൊണ്ട് ട്രെയിനിങ് ചെയ്യിക്കാൻ പറ്റാത്ത രീതിയിൽ അയാൾ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഇത് എന്നോട് ചെയ്തത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അപ്പോൾ അയാൾ നേരാവണ്ണം നടക്കത്തില്ല. കാരണം ഞാൻ കയ്യും കാലും തല്ലിയൊടിക്കലാണ് പതിവ്. ഇവിടെ ട്രെയിനിങ് ഒക്കെ എൻ്റെത് മുടങ്ങുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചിരുന്നത്. പക്ഷേ അയാൾ അറിയാതെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുകയാണ് നന്ദു. അങ്ങനെ ആരും അറിയാതെ, മറ്റാരും കാണാതെ തലയിൽ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് അയാൾ റെസ്റ്റ് എടുക്കുന്ന മുറിയിലോട്ട് വരികയാണ്, ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. എന്നിട്ട് ഡോറിന് മുട്ടുന്നുണ്ട്. ആ സമയത്ത് ട്രെയിനർ ചിന്തിക്കുന്നുണ്ട്, അല്ല, ഇതാരാ ഇപ്പോൾ? ഭക്ഷണമൊക്കെ എനിക്ക് കൊണ്ടു തന്നതാണല്ലോ, ആരാ ഈ സമയത്ത് മുട്ടുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് പതിയെ ഡോറ് ചെന്ന് തുറക്കുകയാണ്. അങ്ങനെ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നന്ദു ഹെൽമെറ്റൊക്കെ ഇട്ടായിരുന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് നിൽക്കുന്നത് എന്നുള്ളത് ട്രെയിനർക്ക് മനസ്സിലായില്ല. ഉടൻ തന്നെ നന്ദു ട്രെയിനറുടെ നെഞ്ചത്ത് ചവിട്ടി തള്ളിയിടുകയാണ്. എന്നിട്ട് മുടിഞ്ഞ ഫൈറ്റിങ്ങിലാണ്. ട്രെയിനർക്ക് തിരിച്ച് നന്ദുവിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കാരണം നന്ദുവാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ നന്ദു ഒരു കരാട്ടെ ആണ് എന്നുള്ളതും അയാൾക്ക് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ തിരിച്ച് പ്രതികരിക്കാനാവാതെ ട്രെയിനർ ആകെ നന്ദുവിൻ്റെ അടിയിൽ അവിടെ വീണ് കിടക്കുകയാണ്. അങ്ങനെ പിന്നീട് അടിച്ചൊതുക്കിയിട്ട് നന്ദു അവിടെ നിന്ന് പതുക്കെ സ്ഥലം വിടുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ മുറിയിലോട്ട് എത്തുകയാണ്. എന്നിട്ട് താനിട്ട ഡ്രസ്സും അതുപോലെ തന്നെ ഹെൽമെറ്റും ഒക്കെ അഴിച്ച് മാറ്റുകയാണ്. ആ സമയത്ത് കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, എന്തായി, കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ? അയാൾക്ക് സംശയമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, സംശയമൊന്നുമില്ല, എന്നെ അയാൾ കണ്ടിട്ട് പോലും ഇല്ല. അയാൾ എന്നെ ശരിക്കും നോക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അടി തുടങ്ങിയിരുന്നു. പിന്നെ അയാൾക്ക് മര്യാദയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് കൂട്ടുകാരിക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. അങ്ങനെ പിന്നീട് നന്ദുവും കൂട്ടുകാരിയും ഒക്കെ കിടന്നുറങ്ങുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ട്രെയിനിങ്ങിന് വേണ്ടി ഒരുങ്ങുകയാണ്. ആ സമയത്ത് നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരി പറയുന്നുണ്ട്, നീ ഇന്നലെ അടിച്ച് ഒതുക്കിയിട്ട് തന്നെ ഇല്ലേ, എല്ലാം ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇന്ന് അയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റത്തുണ്ടാവില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അതെ, ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത അടി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് അയാൾ ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ട് വരില്ല, അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവുകയാണ്. അവർ ട്രെയിനിങ് തുടങ്ങുന്ന സമയമായിട്ടും ആ ട്രെയിനറെ കാണുന്നില്ല. ആ സമയത്ത് തന്നെ കൂട്ടുകാരി പറയുന്നുണ്ട്, നീ എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ അടിച്ചൊതുക്കിയിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ നിനക്ക് പണി തരാനായിട്ട് അയാൾ ഇങ്ങോട്ട് എത്താറുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രെയിനർ അങ്ങോട്ട് വരുന്നത്. കയ്യിലും കാലിലുമൊക്കെ കെട്ടുമായിട്ടാണ് വരുന്നതും നേരെ നന്ദുവിൻ്റെ അടുത്തോട്ടാണ്. അത് കണ്ടിട്ട് കൂട്ടുകാരി പറയുന്നുണ്ട്, എടി, നിൻ്റെ അടുത്തോട്ടാണല്ലോ വരുന്നത്, ഇനി അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സംശയമൊന്നും തോന്നിയിട്ടുണ്ടാവില്ല, എന്തെങ്കിലും മുട്ടൻ പണി ഇനിയും തരാനാണോ ഇനി വരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദുവിൻ്റെ അടുത്തോട്ട് വരുന്ന സമയത്ത്, എനിക്ക് ഇന്ന് തീരെ സുഖമില്ല, എനിക്ക് ചെറിയ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്, ഇന്ന് തൽക്കാലം എല്ലാവരും പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രെയിനർ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് നന്ദുവിൻ്റെ കൂട്ടുകാരി പറയുന്നുണ്ട്, വരവ് കണ്ടപ്പോൾ നിനക്കിട്ട് ഇനിയും പണി തരാനും നിന്നെ കണ്ടതുകൊണ്ട് നിനക്ക് മറുപടി തരാനും വരുന്നതായിരിക്കുമെന്ന് തോന്നി. ട്രെയിനിങ് ലീവാണെന്ന് പറയാനാണ് വന്നതല്ലേ? ഓക്കെ, എന്തായാലും നിനക്ക് വലിയൊരു കയ്യടി തന്നെ നൽകുന്നു. കാരണം ഇത്രയും നിന്നെ അധികം ബുദ്ധിമുട്ടിച്ചിട്ട് ഏതായാലും വലിയൊരു പണി കൊടുത്ത് കണ്ടല്ലോ, എനിക്കും ഒരുപാട് സന്തോഷമായി എന്നൊക്കെ കൂട്ടുകാരി നന്ദുവിനോട് പറയുകയാണ്. അങ്ങനെ ആ ട്രെയിനർ നടക്കുന്ന കാഴ്ച കണ്ടിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് നന്ദുവും കൂട്ടുകാരിയും.